എടൂർ കാരാപ്പറമ്പിൽ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കപ്പേളയുടെ മുന്നിലെ കൽക്കുരിശും മെഴുകുതിരി സ്റ്റാൻഡും തകർത്തു. കൽക്കുരിശിന്റെ ഭാഗങ്ങളും മെഴുകുതിരി സ്റ്റാൻഡും ഉൾപ്പെടെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. കുരിശ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. അക്രമ സംഭവത്തെപ്പറ്റി വെള്ളരിവയൽ വ്യാകുലമാത ഇടവക വികാരി ഫാദർ ആന്റണി അറയ്ക്കൽ. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളരിവയൽ ഇടവകയുടെ തന്നെ സബ്സ്റ്റേഷനായ വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കാരാപ്പറമ്പ് എടൂർ റോഡിലെ കപ്പേളയുടെ മുമ്പിൽ സ്ഥാപിച്ചിരുന്ന കൽവിളക്കും മെഴുകുതിരി സ്റ്റാൻഡും അതിന് മുകളിലുണ്ടായിരുന്ന കുരിശും രാത്രിയിൽ ആരോ ആക്രമിക്കുകയും അതെല്ലാം നശിപ്പിക്കുകയും വന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് അതൊരു വിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹീനമായ പ്രവൃത്തിയായിരുന്നു. തീർച്ചയായിട്ടും ഇടവകയെയും അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. അറിഞ്ഞ നിമിഷം തന്നെ ആർളം പോലീസിൽ പരാതിപ്പെടുകയും ഉടനെ പോലീസുകാർ വരികയും അന്വേഷണമൊക്കെ ആരംഭിക്കുകയും ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. സി ഐയുമായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ പ്രതിയെക്കുറിച്ച് ഏതാനും അറിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു സൂചനയാണ് ലഭിച്ചത്. അതിന് മുന്നോടിയായിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹവും ഇടവക ജനങ്ങളും എടൂർ സെൻറ്റ് മേരീസ് ഇടവകയിലെ വിശ്വാസികളും ചേർന്ന് ഒരു പ്രതിഷേധ റാലി കാരാപ്പറമ്പ് കപ്പേളയിൽ നിന്ന് ആരംഭിച്ച് എടൂർ ടൗണിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ കുരിശടിയിൽ സമാപിക്കുകയുണ്ടായി. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഊർജിതമായ ഒരു അന്വേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ നല്ലൊരു ഐക്യദാർഢ്യവും അതുപോലെ രൂപതാ തലത്തിൽ നിന്നും അഭിമന്യ അലക്സ് പിതാവിൻ്റെയും രൂപത വൈദികരുടെയും നല്ലൊരു സപ്പോർട്ടും ഈ ഒരു കാര്യത്തിനുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തെ ഒരു ആക്രമണമാണ് ഈ കാരാപ്പറമ്പ് സെയിൻറ്റ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ സംഭവിച്ചത്. 2009 അവിടുത്തെ സക്രാരി തുറന്ന് തിരുവോസ്തി എടുത്ത് നശിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പിന്നീട് അവിടുത്തെ നേർച്ചപ്പെട്ട് തുറന്ന് അതിലുണ്ടായ പണം സമാഹരിച്ചു. ഇപ്പോൾ വീണ്ടും ഇതൊരു മൂന്നാമത്തെ ആക്രമണമാണ്. ഇതിനു മുൻപിൽ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവന്ന് ഉചിതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയെയും ഈ ഇടവകയുടെ വികാരിയുമായ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇടവകയിൽ വികാരിയായിട്ട് ഞാൻ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അറിവനുസരിച്ച് 2009 തിരുവോസ്തി മോഷ്ടിക്കുകയും ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ച് ഇടുകയാണ് ചെയ്തത്. ഏകദേശം 40 ദിവസത്തിന് ശേഷമാണ് അത് കണ്ടെത്തിയത്. ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ പ്രതികരണവുമായിട്ട് എല്ലാവരും ഉണ്ടായി. ഞങ്ങൾ അല്പം ആത്മസംയമനം പാലിച്ചു. വൈകുന്നേരം നമ്മൾക്ക് ഏകദേശം ഒരു ധാരണയായതിനു ശേഷം മാത്രമാണ് ഞങ്ങളൊരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. ഇത് വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ നാമധേയത്തിൽ തുടങ്ങിയ ഒരു കുരിശടിയാണ്. ഏകദേശം 1000-ഓളം ജനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കുറേ ജനങ്ങൾ രാവിലെയും രാത്രിയും അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും രൂപത്തിൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി വ്യക്തികൾക്ക് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. രോഗശാന്തി ലഭിച്ചിട്ടുണ്ട്, കാണാതെ പോയ വസ്തുക്കൾ തിരികെ ലഭിച്ചിട്ടുണ്ട്, ജോലി ലഭിച്ചിട്ടുണ്ട്. നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികളാണ് വരുന്നത്. ഒത്തിനും നല്ലൊരു മാതൃകയായി നിൽക്കുന്ന ഒരു ദേവാലയം തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെയും അതുപോലെ ഉള്ള മാഫിയ സംഘങ്ങളുടെയൊക്കെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു മൈത്രി, ഈ ഒരു ഐക്യം ഇവിടെ ഉണ്ടായിട്ട് ഇത് തകർക്കുവാനായിട്ടുള്ള ഒരു ബാഹ്യശക്തികളുടെ പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനമാണ് നമുക്കുള്ളത്. കുരിശ് അടി സ്ഥാപിച്ചിട്ട് ഇപ്പോൾ 25 വർഷമാകുകയാണ്. അപ്പോൾ ഞങ്ങളതിൻ്റെ ജൂബിലി ആഘോഷങ്ങൾ ഏപ്രിൽ 28 മുതൽ ആരംഭിക്കുകയാണ്. മെയ് 6 വരെ തിരുനാൾ ആഘോഷിക്കണം. അപ്പോൾ അത് വിപുലമായിട്ട് നടത്തുവാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ വേദനാജനകമായ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഇതൊരു കേവലം ഒരു കുരിശടി മാത്രമല്ല, ഏകദേശം 300-ഓളം ജനങ്ങൾക്കകത്തിരുന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ടും അതിൽ കൂടുതൽ ആൾക്കാർക്ക് പുറത്ത് സൈഡിൽ ഇരിക്കുവാനുള്ള സൗകര്യങ്ങളുള്ള ഒരു ദേവാലയം തന്നെയാണ്
എല്ലാ ചൊവ്വാഴ്ചകളും രാവിലെ 6 മണി മുതൽ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ച് വൈകുന്നേരം 7 മണി വരെ തിരുക്കർമ്മങ്ങൾ ഉണ്ടാകും. രാവിലെ 7:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്. അതുപോലുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ജനങ്ങൾ, ഭക്തജനങ്ങൾ, വിശ്വാസികൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ടൗണിൻ്റെ സെൻറ്ററിലാണ്, 2 സൈഡ് മാനന്തവാടി റൂട്ടിലും അതുപോലെ ആറളം ഫാമിലും കീഴ്പള്ളിയിലേക്കുള്ള ബസ് റൂട്ടുകളും മറ്റുള്ള വാഹന ഗതാഗതങ്ങളും എല്ലാം ഉള്ള സൗകര്യത്തിൻ്റെ ഒരു സെൻറ്ററായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിരവധിയായ ജനങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ട്രാഫിക്കിൻ്റെ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ, പക്ഷേ അത് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരു ക്യാമറ സ്ഥാപിക്കുവാനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളരിവയൽ എടൂർ പൊതുവെ ശാന്തമായ ഒരു പ്രദേശമാണ്. ജനങ്ങൾ കൂടുതലായിട്ട് താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സൗഹൃദങ്ങൾ തകർക്കുവാനായിട്ട് പല ബാഹ്യ ശക്തികളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് 60 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റാലിയൻ മിഷണറിയായ ടഫ്രേൽ അച്ഛൻ സ്ഥാപിച്ച ദേവാലയമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നാനാജാതി മതസ്ഥർക്ക് അദ്ദേഹം വീട് വെച്ച് നൽകി, സ്ഥലം വാങ്ങിച്ചു കൊടുക്കും, പള്ളി പണിതൊക്കെ ചെയ്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള കുറേ മിഷണറിമാർ കണ്ണൂർ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഏകദേശം 400 അടുത്തോളം കുട്ടികൾ ദേവാലയവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോലും പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം നൽകുന്ന ഒരു വിദ്യാലയം കൂടിയാണ് സുഹറ UP സ്കൂൾ.